السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم. اللهم عليك توكلت وإليك أنيب حسبنا الله ونعم المولى ونعم الوكيل. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് സൂക്ഷിക്കുവാൻ പരമാവധി ശ്രമിക്കുക. അങ്ങനെ അവൻ്റെ വിധിവിലക്ക് സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നൊരു വെള്ളിയാഴ്ച, ഒരുപാട് വെള്ളിയാഴ്ചകൾ പള്ളിയും ജുമയും ഇല്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒട്ടും വൈകാതെ ജുമാ ജമാഅത്തുകൾ യഥാവിധി നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിലും ഒരു സത്യവിശ്വാസി മനസ്സുകൊണ്ട് അതിനൊരുങ്ങേണ്ടതുണ്ട്. വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ, നിസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടം ഒഴിവാക്കുക, വേഗം പള്ളിയിലേക്ക് പോവുക എന്ന ആയത്ത് ഈ ലോക്ക്ഡൗൺ കാലത്തും നിലവിലുണ്ടല്ലോ. അതുകൊണ്ട് മനസ്സുകൊണ്ടൊരുങ്ങി ആ ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ച് ഖുതുബ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സാധ്യമായ രൂപമാണ് നമ്മുടെ ഈ പ്രഭാഷണം. അതോ അതുപോലുള്ള മറ്റു പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ച് ജമാഅത്തായി വിട്ട് നമസ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊക്കെ വീഴ്ച വന്നു പോകുന്നുണ്ട് എന്നാണ് ചില അനുഭവങ്ങൾ കുട്ടികളും ചെറുപ്പക്കാരും ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്, അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മിപ്പിക്കൽ ആഴ്ചയിൽ ഒരിക്കൽ സത്യവിശ്വാസം നിർബന്ധമായി കേൾക്കേണ്ടതാണ്. അതാണ് ജുമാ ഖുതുബ. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് സഫലമാവാൻ നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങുക എന്നർത്ഥത്തിൽ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്, പടച്ചവനെ പേടിക്കണം, തഖ്വ കൊണ്ടാവണം എന്നുള്ള നിർബന്ധമായ ഖുതുബയിൽ പറയേണ്ട സംഗതി അതൊരു ഖുതുബയുടെ റുക്കനിൽപ്പെട്ടതാണ്. അത് സഫലമാവാൻ ഉപകരിക്കുന്ന ഇൻഷാ അല്ലാഹ് അല്പം സുദീർഘമായ ഒരു ഹദീസിൻ്റെ ആശയ ചുരുക്കമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം, നമ്മുടെ നയങ്ങളിൽ, നിലപാടുകളിൽ, കർമ്മങ്ങളിൽ അത് സ്വാധീനിക്കണം. എന്നെ കൂടി ഉൾപ്പെടുത്തി ഓർമ്മിച്ചുകൊണ്ട് ഒരു ഹദീസിൻ്റെ ആശയം പങ്കുവെക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സഹിയ ഹദീസും വന്ന മശൂറായ ഹദീസാണ്, സിഹായിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. ഒരു ഭാഷാപരമായി പ്രാസമുക്ത മനോഹരമായ ഹദീസാണ്. 7 വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ, മറ്റൊരു തണലും ഇല്ലാത്ത നാളിൽ തൻ്റെ അർഷിൻ്റെ തണൽ നൽകി അവരെ ആദരിക്കും. നമുക്ക് നോക്കാം ആരാണ് 7 കൂട്ടർ. നമ്മൾ അതിൻ്റെ അടുത്തെത്തുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധനക്കാണ്. എന്താ അവരുടെ പ്രത്യേകത? മരണാനന്തരം മനുഷ്യവംശത്തെ ആകമാനം അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു നാട് ആണ് യൗമുൽ മഹ്ശറ, യൗമുൽ ഖിയാമ. അത് വിശ്വസിക്കുക നമ്മുടെ വിശ്വാസത്തിൻ്റെ നിർബന്ധ ഘടകമാണ്. ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ് പരലോകത്തിൽ വിശ്വസിക്കുക. അതാണ് ഖുർആൻ അടിക്കടി ഓർമ്മിപ്പിക്കുന്നത്. ബില്ലാഖിറതിഹിം യുഖിനൂൻ. പരലോകത്തിൽ അവർ സംശയരഹിതമായി കുറച്ച് വിശ്വസിക്കുന്നവരാണെന്നാണ് വിശ്വാസികളെ ഒരു ഗുണമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു നാളിൻ്റെ ഭയാനകത ഒരുപാട് രൂപത്തിൽ ഖുർആനും ഹദീസും പറഞ്ഞിരുന്നു അല്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാത്തു മുതൽ നമ്മൾ ഉൾപ്പെടെ ഇനി നമുക്ക് വരാൻ പോകുന്ന സന്താനങ്ങൾ ഉൾപ്പെടെ ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന
ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു നാട് ഭയാനകമാണ്. എൻ്റെ കാര്യം എന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ കൂട്ടുകാരെ, ബന്ധുക്കളെ, മിത്രങ്ങളെ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ വെപ്രാളപ്പെടുന്ന ഒരു ദിവസം എന്നാ ഖുർആനെ പറയും. അല്ലേ, സ്വന്തം സഹോദരന്മാരെ, ഉമ്മയെ, ഉപ്പയെ, മക്കളെ ശ്രദ്ധിക്കാതെ ഇത്രക്കും ബേജാറുള്ള ദിവസം, അത്യുഷ്ണമുള്ളൊരു സന്ദർഭം, സൂര്യൻ തലക്ക് മുകളിൽ അടുപ്പിക്കപ്പെടുന്ന ഒരു ദിവസം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഭൗതികം നമുക്ക് അറിഞ്ഞൂടെ, അള്ളാഹും പ്രവാചകനും പറയുന്നത് കേൾക്കാൻ നമുക്ക് നിർവാഹമുള്ളൂ. ആ ഭയാനകമായൊരു നാളിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക പരിഗണന കിട്ടുക, മറ്റൊരു തണലുമില്ലാത്ത അത്യുഷ്ണത്തിൻ്റെ നാളിൽ അള്ളാഹുവിൻ്റെ അർഷ് അഥവാ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ ഒരു തണല് പ്രത്യേകമായി ലഭിക്കുക. ആരാണ് കൊതിക്കാത്തത്? ഇങ്ങനെ അള്ളാഹു മറ്റൊരു തണലുമില്ലാത്ത നാളിൽ തണൽ നൽകുന്ന, അല്ലെങ്കിൽ മഹ്ശറ നാളിൽ പ്രത്യേകം പരിഗണനക്കെടുക്കുന്ന 7 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. നമ്മളതിൽ പെടുമോ എന്ന് സ്വയം നഫ്സിനോട് ചോദിച്ചോട്ട് കേൾക്കാം. 1, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറയുമ്പോൾ വലിയ പ്രസിഡന്റും രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, പ്രധാനമന്ത്രി എന്ന് മാത്രം ചിന്തിക്കേണ്ട, അതിൽ പെടും. നീതിമാനായ ഭരണാധികാരി കുറച്ച് പ്രയാസം ഉണ്ടാകും ഭരിക്കുവാൻ. അതുകൊണ്ട് അദ്ദേഹം ആ പ്രയാസം സഹിച്ച് നീതിയിൽ ഉറച്ചു നിന്നാൽ അള്ളാഹു അവർക്ക് പരലോകത്ത് വലിയ മഹത്വം നൽകും എന്ന് തന്നെയാണ് നേർക്കുന്നേരർത്ഥം. അതേതോ ഒറ്റപ്പെട്ട രാജാവിനെ പറ്റിയോ പ്രധാനമന്ത്രിയെ പറ്റിയാണ് നല്ല ചിന്തിക്കേണ്ടത്. ഇമാം എന്ന് പറയുമ്പോൾ ഒരു നായകൻ എന്നാണ് അർത്ഥം, നയിക്കുന്നവൻ. അത് എത്ര ചെറിയ അധികാരമാണെങ്കിലും തങ്ങളെ കീഴിലുള്ളവരെ പറ്റിയുള്ള നീതി കാണിക്കുക. ഒരു കുടുംബനാഥൻ, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി, നിങ്ങളൊക്കെ നായകന്മാരാണ്, നിങ്ങളെ കീഴിലുള്ളവരെ പറ്റി അള്ളാഹിനോട് നാളെ സമാധാനം പറയേണ്ടി വരും. ഒരു ഭർത്താവ് ഇണയെപ്പറ്റി, ഭാര്യയെപ്പറ്റി, അല്ലേ, ഗൃഹനായിക, കുടുംബാംഗങ്ങളെപ്പറ്റി, ഗൃഹനാഥൻ, അപ്പൊക്കൽ ഭരണാധികാരികളാണ്, ആരും ഒഴിവില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്ന് തുടങ്ങി ഒരു പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഭരണീയരെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും. അവിടെ നീതി പുലർത്താൻ കഴിയുക, നീതി ഖുർആൻ വല്ലാതെ ഊന്നിപ്പറഞ്ഞ സംഗതിയാണ്. ഏതൊരു രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുന്നു അവിടെ കലാപമുണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, സൂറത്തുൻ നഹലിന്റെ അവസാനം അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് നീതി കൽപ്പിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു. 2 കാര്യം കൽപ്പിക്കുന്നു. ഒന്ന് നീതി, നന്മ. അതില്ലെങ്കിൽ ആകെ തരും. അതുപോലെ അല്ലാഹ് 3 കാര്യം വിരോധിക്കുന്നുണ്ട്. വയൻഹാൽ ഫഹ്ശായി വൽ മുങ്കരി വൽ ബഗി, നീചകൃത്യങ്ങൾ, അശ്ലീലതകൾ, അക്രമങ്ങൾ, ഇത് തടയുന്നുണ്ട്. അല്ലാഹ് 3 കാര്യം കൽപ്പിക്കുന്നു. ഒന്ന് നീതി, മറ്റൊന്ന് ഇഹ്സാൻ. വൈതായിദിൽ ഖുർബ, കുടുംബ ബന്ധം നോക്കുക, കുടുംബബന്ധം ഉള്ള അശ്രിതർക്ക് സഹായം നൽകുക. ഈ 3 കാര്യം അല്ലാഹ് കൽപ്പിക്കുന്നു. മറ്റ് അക്രമവും അശ്ലീലതയും ബഗി, ഫഹ്ശാ, നികഷ്ട കൃത്യങ്ങൾ തടയുന്നു. ഇവിടെ എടുത്തു പറഞ്ഞ നീതിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, ഇത് വലിയ സംഗതിയാണ്. ലാ യജ്രിമന്നക്കും ശനാന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബുൽ തഖ്വ. ഒരു കൂട്ടരോട് നമുക്കുള്ള മുൻധാരണ, അല്ലെങ്കിൽ മുൻ ദേഷ്യം, മുൻ പിണക്കം ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവരുടെ നീതി പുലർത്താൻ ഇടവരാൻ പാടില്ല. നമ്മളെ ഈ കാര്യം തീരുമാനിക്കാനുള്ള അവകാശം, അധികാരം നമ്മുടെ കയ്യിൽ വന്നു. ഒരു കക്ഷി നമുക്ക് നേരത്തെ പിണക്കമുള്ളവനാണ്, ദേഷ്യമുള്ളവനാണ്, തെറ്റ് ചെയ്തവൻ തന്നെ ആവട്ടെ, പക്ഷെ അതൊന്നും നീതിപൂർവ്വ കാര്യം പറയാൻ നിങ്ങളെ തടയാൻ പാടില്ല. രസകരമായ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മദീനയിലുണ്ട്. ഒരു പ്രമുഖ സഹാബി ഒരു മോഷണക്കുറ്റത്തിന് വിധേയനായി. അദ്ദേഹം മോഷണം നടത്തി, ഒരു പടയങ്കി മോഷ്ടിച്ചു. പടയങ്കി എന്ന വലിയ പേരെടുത്ത സംഗതിയാണ്. അന്വേഷണം നടക്കുന്നുണ്ട്. താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളെ കൂട്ടി ഗൂഢാലോചന നടത്തുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. ആ കുടുംബത്തിൻ്റെ ചീത്തപ്പേരല്ലേ മോഷണക്കുറ്റത്തിൽ പിടിക്കപ്പെടുന്നത്. അങ്ങനെ അവർ എന്ത് തീരുമാനിച്ചു, നമുക്കിതൊരു ജൂതൻ്റെ, അയൽവാസികൾ ജൂതനാണ്, വീട്ടിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അന്വേഷണം നടത്തി സാധനം അടുത്ത് പിടിക്കുമ്പോൾ അവൻ പ്രതിയായിക്കോളും. ഒരു ജൂതനെ നമുക്ക് ആക്രമിക്കാൻ, ജൂതനെ പ്രതിയാക്കാനും സമയം കിട്ടി, നമുക്ക് രക്ഷപ്പെടാനും എന്ന ഒരു മനസ്സ്. അവിടെ ജൂതവിഭാഗത്തോടുള്ള മുൻദേശ്യം, അനീതിക്ക് കാരണം ആവരുന്ന ആയത്തിൻ്റെ പശ്ചാത്തലം പറയുന്നത് സൂറത്ത് നിസായിലോട് ശുദ്ധമായി പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പടയെങ്കിൽ ജൂതൻ്റെ വീട്ടിൽ അതീവ രഹസ്യമായി കൊണ്ടുവച്ചു. അന്വേഷണം നടക്കുക. ചുരുക്കി പറയാം, ജൂതൻ്റെ വീട്ടിൽ നിന്ന് കളവ് മുതൽ കിട്ടുന്നു, ജൂതൻ വിചാരണ ചെയ്യപ്പെടുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോടതിയിൽ ഹാജരാക്കപ്പെടുന്നു. അതിന് നിശ്ചയം ഞാൻ എടുത്തിട്ട് ഞാൻ മുഷ്ടി പറയുന്നു, പക്ഷേ തെളിവ് ജൂതനെതിരാണ്. സംശയിക്കപ്പെടുന്ന ഒരു മുസ്ലിം അവിടെ യഥാർത്ഥ കുറ്റവാളിക്കെതിരിൽ, ഈ നിരപരാധിയായ ജൂതന് എതിരിൽ കുറ്റവാളിയെ ഒഴിവാക്കി നിരപരാധിയായ ജൂതനെ കളവ് കുറ്റത്തിന്, മോഷണക്കുറ്റം ശിക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധിക്കുന്നു.
അപ്പോൾ അള്ളാഹു ഇടപെടുക. ആ സൂറത്ത് നിസായിലെ ആവശ്യമായ സംബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളുണ്ട്. അല്ലദീന യഖ്താനൂന അൻഫുസഹും, സ്വയം വഞ്ചന നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അവിടെ അള്ളാഹു ഇടപെടലുകൾ ഉണ്ടാകുന്നു. കളവ് നടത്തിയത് മുസ്ലിമാണ് എന്ന് തെളിവാക്കപ്പെടുന്നു. യൂതനെ കുറ്റമോചിതനാക്കുന്നു. വഞ്ചനയുടെ കുറ്റം കൂടി ഈ മുസ്ലിമായ സഹാബിക്ക് നൽകപ്പെടുന്ന ഒരു വലിയ കഥയുടെ ഭാഗമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെ പാർട്ടിക്കാരൻ, നമ്മുടെ ആള്, അവരെ രക്ഷിക്കുക. യൂതൻ നമ്മുടെ എതിര്, അവരെ ശിക്ഷിക്കും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനോട് കടുത്ത വഞ്ചന നടത്തുന്ന മദീനയിലാണെങ്കിൽ വിശ്വാസ വഞ്ചന നടത്തിയ ഒരു സമൂഹമാണ് ജൂതന്മാർ. അഹ്സാബ് യുദ്ധത്തിന് ശേഷം അവർ വഞ്ചനയിലൂടെ കരാറിന്ന് ലംഘിച്ച ആളുകളാണ്. കിട്ടുന്ന ചാൻസിൽ അവരെതിരിൽ കുറ്റം ചെയ്യാൻ പാടില്ല. അവർ നീതിയുടെ കാര്യത്തിൽ മറുഭാഗം നമ്മുടെ ശത്രുവാണെങ്കിലും അവന് നീതി നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഖുർആനിലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരായത്താണ് ഞാൻ പറഞ്ഞു തരുന്നത്. കുറച്ച് പ്രയാസമുണ്ടാവും നീതി നടപ്പാക്കാൻ, ശരിക്കാൻ സന്ദർഭമില്ല, ഒരുപാട് കഥകൾ ആ വിഷയത്തിലുണ്ട്. അപ്പോൾ ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹു മഹ്ശറാൻ തണൽ നൽകും. ഇത് നമ്മളെങ്ങനെ ബാധിക്കുന്നു? നമ്മുടെ കീഴിലുള്ളവർ എത്ര നിസ്സാരന്മാരാവട്ടെ, അവർ നമുക്ക് മുൻ ധാരണ പ്രകാരം തെറ്റ് ചെയ്തവരാവട്ടെ, നീതി നിഷേധിക്കാൻ പാടില്ല എന്നർത്ഥമാണ് ഒന്ന് ഇമാമുൻ ആദിൽ. 2, ഷാബുൻ നശാഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്തിൽ വളർന്നൊരു ചെറുപ്പക്കാരൻ. അവിടെ ഷാബ് എന്ന് പ്രത്യേകം എടുത്ത് പറയും, യുവാവ്. യുവാക്കൾ യൗവനത്തിൽ തെറ്റുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ ഗാങ്ങാകുമ്പോൾ, സെറ്റ് കൂടുമ്പോൾ ഒരു സ്വാഭാവികമായി നമ്മുടെ കുട്ടികൾ പിഴച്ചു പോകും. ആ ഘട്ടത്തിൽ ദീനീ ബോധം നൽകി, പടച്ചവനെ പറ്റിയുള്ള ചിന്ത നൽകി അവരെ പിടിച്ചു നിർത്താൻ കഴിയുക എന്ന രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ അത് ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കും. അതാണ് നമ്മൾ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അവിടെ ഒരു ചെറുപ്പക്കാരൻ നശാഫി ഇബാദത്തില്ല, കൊച്ചുനാളിനെ അള്ളാഹുവിനെ പറ്റി പേടിയുണ്ടാകുന്നു, വിവാദത്തിൽ താല്പര്യം കാണിക്കുന്നു, വക്തിന് പള്ളിയിൽ പങ്കെടുക്കുന്നു, അവനാണ് പ്രത്യേകം തണൽ നൽകപ്പെടുന്ന. അവിടെ ഷാബ് എന്ന് എടുത്തു പറഞ്ഞു നോക്കൂ നിങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി മക്കയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, പ്രബോധനം പരസ്യമാക്കിയപ്പോൾ ആദ്യമായി നബിയെ സ്വീകരിക്കുന്നത് കൂടുതൽ ചെറുപ്പക്കാരാണ്, കാരണന്മാരല്ല. അവർക്കൊരു ദീനീബോധവും യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ തെറ്റുള്ളത് കൂടെ തന്നെ ഒരു നന്മകളിൽ അവരുണ്ടാവും. അലി റളിയല്ലാഹു വളരെ കൊച്ചുനാളിൽ ഇസ്ലാം സ്വീകരിച്ചു. മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു തൻ്റെ ഉമ്മ കഠിനമായി എതിർത്തിട്ടും ആദർശ ഉറച്ചു ഇസ്ലാം സ്വീകരിച്ച ചെറുപ്പക്കാരനാണ്. തൻ്റെ സമ്പത്തും സൗന്ദര്യവും ആരോഗ്യമൊക്കെ അള്ളാഹു ചലിച്ച മഹാനാണ് അദ്ദേഹം. ഒന്നല്ല 100 മക്കളുണ്ടെങ്കിൽ അധിക സാഹിബിമാരും പിന്നെ നമ്മൾ ഇടുന്ന ഉമർ റളിയല്ലാഹു അൻഹു മുതലുള്ള ആളുകൾ പോലും അന്നൊരു 25-30 വർഷം താഴത്താണ് ഇസ്ലാമിൽ നബിയുടെ മാർഗത്തിൽ ചേരുന്നതും ത്യാഗം സഹിക്കുന്നതും. അപ്പോൾ കൊച്ചുനാളിൽ യുവത്വത്തിൽ മനസ്സിൽ പടച്ചവനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, അത് ബോധപൂർവം ചെയ്താലേ ലഭിക്കൂ. കാരണം ഒഴുക്ക് നമുക്കെതിരാണ്. അത് നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികളിൽ ചെറുപ്പം നാളിലെ ദീനുണ്ടാക്കാൻ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക തണൽ ലഭിക്കും, മറ്റൊരു തണലും ഇല്ലാത്തതാണ്. അതാണ് 3ാമത് പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത്ത് ഐനാഹു, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ഒരു മനുഷ്യൻ. റജുലുൻ ഫാദത്ത് ഐനാഹു, കണ്ണിൽ നിന്ന് കണ്ണീരൊലിക്കുന്നുണ്ട്. ദക്കറല്ലാഹ്, പടച്ചവനെ പേടിച്ചിട്ട്. നമുക്കറിയാം, തഹജ്ജുദ് നമസ്കരിക്കുക, മറ്റാരും കാണാതെ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക, തൻ്റെ കുറ്റങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഏറ്റു ചൊല്ലി പറയുക. അങ്ങനെ കണ്ണീരൊലിപ്പിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായും അള്ളാഹുമായിട്ടുള്ളൊരു ഡയറക്റ്റ് കണക്ഷനാണ്. പിന്നെ അവൻ തെറ്റ് ചെയ്യുകയില്ല. ദക്കറല്ലാഹ് ഖാലിയൻ ഫാദത്ത് ഐനാഹു, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ, അത് ദിക്റാണ് അവിടെ സംഗതി. ദിക്ർ വലിയൊരു സംഗതിയാണ്. ഇത് മനസ്സ് നഷ്ടപ്പെട്ടാൽ അവിടെ പിശാച് കാരിക്കും. സൂറത്തുൽ മുഅവ്വദത്തൈനില്ലേ, സൂറത്തുൽ ഇഖ്ലാസ്, അവസാനത്തെ 2 സൂറത്ത് ഖുർആനിലെ ഇഖ്ലാസിന് ശേഷമുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതിന് തഫ്സീർ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ മനസ്സിൽ നിന്ന് എപ്പം കുറയുന്നോ അവിടെ പിശാച് കാരിക്കൂടും. ഇന്ന ശൈത്താന യജിരി മജറദ്ദമി, രക്തം ഒഴുകുന്ന സ്ഥാനത്തൊക്കെ പിശാചിൻ്റെ സാന്നിധ്യം ഇല്ല, പിശാചിനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു നിമിഷം ദിക്റുള്ള മനസ്സൊന്നും ഓഫായോ അവിടെ പകരം വരുന്നത് അള്ളാഹിൻ്റെ എതിരുള്ള ചിന്തകളാണ്, പൈശാചിക ചിന്തകളാണ്. അപ്പോൾ ദിക്റുള്ള അത് വലിയ വിഷയമാണ്, നമ്മൾ സ്വന്തം പഠിക്കേണ്ട വിഷയമാണ്. പോലെ ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹിനെ പറ്റിയുള്ള സ്മരണയാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഖുർആനാണെന്ന് നമുക്കറിയാം. ഖുർആൻ തന്നെ ദിക്ർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, വിശ്വാസികൾ അള്ളാഹിനെ ധാരാളമായി സ്മരിക്കണം. ധാരാളമായി ചെയ്യാൻ പറയുന്ന കാര്യങ്ങളിൽ ദിക്ർ മാത്രമേ സാധിക്കൂ. നമസ്കാരം ധാരാളമായി സാധിക്കില്ല, അതിന് ലിമിറ്റ് ഉണ്ടാവും. സക്കാത്ത് പൂർണ്ണമായി നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ കൊടുക്കരുത് റസൂൽ പറഞ്ഞിട്ട്, കുടുംബത്തെ പട്ടിണിയാക്കി കൊടുക്കേണ്ടവരാണ്. അതൊക്കെ നമുക്ക് ലിമിറ്റ് ഉണ്ട് അല്ലേ. ഹജ്ജ് കൊല്ലത്തിൽ ഒന്നേ ചെയ്യാൻ കഴിയും, അത് ആവർത്തിക്കുന്നിടത്ത് നിബന്ധനകളുണ്ട്. നോമ്പ് എല്ലാ ദിവസവും നോമ്പ് വിൽക്കുന്ന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അന്ന് ചുരുങ്ങിയത് 1.5 നിൽക്കുക പരമാവധി എന്ന് പറയുന്നത്. ഇന്ന് ദിക്റുള്ള അങ്ങനെ ദിക്റുള്ള ദിക്റൻ കസീറ,
ധാരാളമായി ദൈവത്തെ സ്മരിക്കുക. അപ്പോൾ ദൈവസ്മരണം നിലനിർത്താൻ കഴിയുന്ന മനുഷ്യനാണ് ഈ തണലിൽ നിൽക്കുന്ന മൂന്നാമത്തെ വിഭാഗം. ലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹനെ മറന്ന കൂട്ടരെ പോലെ നിങ്ങൾ ആവരുത്. മറന്നെന്ന് പറഞ്ഞാൽ ദിക്ർ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഘട്ടമാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് കസത്ത് കുരൂപവും ഹൃദയങ്ങൾ കടുത്തുപോകും. പിന്നെ ദിക്റുള്ള കയറൂല. കുറച്ചു നേരം അള്ളാഹനെ മറന്ന് തോന്നിയ പോലെ ജീവിച്ച് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ ഒരു യുവാവിന് അവസാനം സംഭവിക്കാൻ പോകുന്നത് അള്ളാഹിനെ പറ്റി പിന്നെ അത് കസത്ത് കുരൂപവും ഹൃദയങ്ങൾ കടുത്തു പോകുന്നുള്ള. ഒമൻ അയറല്ലാൻ ദിക്രി, ദൈവസ്മരണയിൽ നിന്ന് വല്ലവൻ മുഖം തിരിച്ചു കളഞ്ഞാൽ ഫൈന്നലഹു മഈശത്തൻ ലങ്ക, പിന്നെ ഒരു ഇടുങ്ങിയ ജീവിതമാണ് ദുനിയാവിൽ തന്നെ, അല്ലേ? എല്ലാ കാര്യവും നഷ്ടപ്പെടും. ബിസിനസ് പൊളിയും ദൈവസാമീപ്യം നഷ്ടപ്പെട്ടു പോയാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്ർ നിലനിർത്തുന്നവരാണ് അള്ളാഹുവിൻ്റെ തണൽ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം. നാലാമത് പറഞ്ഞു റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ഒരു മനുഷ്യൻ അവൻ്റെ മനസ്സ് പള്ളികളുമായി ബന്ധിതമാണ്. ഖൽബ്, ഹൃദയം, മനസ്സ് പള്ളിയുമായി ബന്ധിക്കപ്പെട്ടാണ്. മസ്ജിദ് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ്. രക്തം പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന ഒരു കേന്ദ്രമാണ് പള്ളി. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ പ്രസക്തിയുണ്ട്. പള്ളികൾ അടച്ചു പൂട്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ നമ്മളിത് വായിക്കുമ്പോഴും അവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സ് അവിടെ വേണം. ബാങ്ക് കേൾക്കുമ്പോൾ ആ ഒരു ഓർമ്മ വേണം. സുബൈക്ക് ഉറങ്ങുന്നൊരു മനുഷ്യൻ, പള്ളിയിൽ പോയി ശീലിച്ചൊരു മനുഷ്യൻ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, പള്ളികളില്ലാന്ന് പറഞ്ഞപ്പോൾ അവിടെ രണ്ടാമത് പുതച്ചിട്ട് മൂടി ഉറങ്ങാൻ അവിടെ കഴിയൂല. തത്തജാഫ ജുനൂബും അൽ മലാജിൽ, അല്ലേ? ഹൃദയങ്ങൾ അങ്ങനെ പ്രബന്ധനം കൊണ്ട് അവൻ എഴുന്നേറ്റ് നമസ്കരിക്കും. ഇത് വലിയൊരു വിഷയമാണ്. ഇനി ലോക്ക്ഡൗൺ നീണ്ടുപോവുകയാണെങ്കിൽ, പള്ളികൾ വൈകിയാണ് തുറക്കപ്പെടുന്നതെങ്കിൽ പലരും, നേരത്തെ വന്ന പലരും അവിടെ ഉണ്ടാവുകയില്ല. പിശാചിനെ അവിടെ കാര്യക്കൂടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ജുമാ നടക്കുന്നില്ലെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി അതിനെ ഒരുങ്ങുക, മനസ്സ് അവിടെ ബന്ധിക്കുക. അത് വിശദമായി പറഞ്ഞ് പള്ളിയുടെ കാര്യം ശ്രദ്ധിക്കൽ, ഇമാറത്തുൽ മസ്ജിദ്, പള്ളിയുടെ ശുദ്ധീകരണം, അതിനെ കൊണ്ടു നടക്കുക, അതിൻ്റെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കമ്മിറ്റി പ്രവർത്തനം മുതൽക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു തൗബയിൽ അള്ളാഹ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഇന്നമായ അഴുമുറ മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹ്, ഈമാനുള്ള ആളുകളാ പള്ളി ഭരിക്കേണ്ടത്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹനല്ലാതെ വേറെ ആരും പേടിക്കാത്ത തഖ്വയുള്ള ആളുകളാണ് പള്ളി കൊണ്ടു നടക്കാൻ അർഹതയുള്ളൂ. മാക്കാനലിൽ മുശ്രിക്കിനായി അഴുമുറ മസാജിദ് അല്ലാഹ്, ശിർക്ക് മനസ്സിലുള്ള ആളുകൾക്ക് പള്ളി കൊണ്ടു നടത്താൻ അവകാശമില്ല, അധികാരമില്ല. വളരെ വ്യക്തമായി ഖുർആൻ കൈകാര്യം ചെയ്ത വിഷയമാണ് ഈ വിശ്വാസിയുടെ പള്ളിയുമായിട്ടുള്ള ബന്ധം. അവരാണ് നാലാമത്തെ വിഭാഗം. അഞ്ചാമത് വറജുലാനി, രണ്ടാളുകൾ. തഹബ്ബാഫില്ലാഹി, പടച്ചോനെ പഠിച്ച് പരസ്പരം സ്നേഹിക്കുക. പടച്ചോന് വേണ്ടി പരസ്പരം പണങ്ങും ചെയ്യണം. എങ്ങനെ? അഴ്ത്താലില്ലാഹി മനാലില്ലാഹി. വേറെ ഹദീസ് വന്നാൽ അള്ളാഹനെ വിചാരിച്ച് കൊടുക്കുക. അള്ളാഹനെ വിചാരിച്ച് കൊടുക്കാതിരിക്കും വേണം. നമ്മൾ ദാനം സ്വീകരിക്കാൻ വന്നവൻ ദൈവനിഷേധിയും നാം കൊടുക്കുന്ന പണം അള്ളാഹുവിൻ്റെ മാർഗത്തിനെതിരിലും ഉപയോഗിക്കുമെങ്കിൽ അവന് കൊടുക്കാതിരിക്കലും ഈമാൻ്റെ ഭാഗമാണെന്നുള്ള. അതുപോലെ രണ്ടാൾ സ്നേഹിക്കുന്നത് അള്ളാഹനെ വിചാരിച്ചാൽ നമ്മൾ ആദർശ ബന്ധം എന്ന് പറയാം, ഇല്ലേ? നമ്മൾ പലയാതി ബന്ധങ്ങളുണ്ട്, ബിസിനസ് ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. നമുക്കൊരു കുടുംബ ബന്ധവും ഇല്ല, നേരത്തെ പരിചയമില്ലെങ്കിലും അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവനാണ് എന്ന ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ബന്ധം വല്ലാത്തൊരു ബന്ധമാണ്. ആ ഏതൊരു സംഘടനയുടെ അംഗങ്ങൾ തമ്മിൽ പരിമിതപ്പെടുത്തരുത് കേട്ടോ, കക്ഷിത്വത്തിലേക്ക് വരരുത്. ദീന് എന്ന പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ആളുകളിലുള്ള പരസ്പര ബന്ധത്തിന് അള്ളാഹു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വജീനെ ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേകം തണൽ നൽകും. അതാണ് 5. ആറാമത്തേത് വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാത്തു മൻസബിൻ വ ജമാലി, ഒരു യുവാവ് ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടി അവനെ സൗന്ദര്യവും തറവാടിത്വമുള്ള ഒരു യുവതി ക്ഷണിക്കുന്നു. ഫഖാല, അപ്പോൾ അവൻ തൻ്റെ ഇടത്തോടെ പറയും, അതിന് എന്നെ കിട്ടുകയില്ല. ഇന്നി അഖാഫുല്ലാ, എനിക്ക് പടച്ചോനെ പേടിയുണ്ട്, അതിന് ഞാനില്ല എന്ന് പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധങ്ങൾക്ക്, ഈ ലൈംഗിക ബന്ധത്തിലാണ് ഒരുവിധം ആളുകളൊക്കെ വീണുപോകുന്നത്, അല്ലേ? ഈമാനും തഖ്വയുമുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇമാമിയങ്ങൾ പോലും പെട്ടുപോകുന്നുണ്ട്. ചില സമുദായങ്ങളിൽ അതൊരു വിഷയം തന്നെയാണ്. വിവാഹം പ്രോത്സാഹിപ്പിക്കാത്ത, വിവാഹത്തിന് തടസ്സം ഏൽപ്പിച്ച സന്യാസ സമൂഹങ്ങളിലൊക്കെ ഇതൊരു വിഷയമാണ്. ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ചു. ഇസ്ലാം അതിൻ്റെ പ്രകൃതിയാപരമായി തന്നെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, അതിൻ്റെ മാർഗം പ്രകൃതിപരമായി തടഞ്ഞു. നമ്മുടെ വിഷയം അത് പറഞ്ഞു വരുന്നത്, ഒരു ദുർബല നിമിഷത്തിൽ ആരും പെട്ടു. ഇവിടെ ഒരു യുവാവ് എല്ലാം ഒത്തുവന്നു, ആരും കാണാനില്ല, രഹസ്യമായ ഒരു യുവതിയെ കിട്ടി. യുവതിയെ തന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അവിടെ അതിന് പോവാതെ ഇന്നി അഖാഫുല്ലാ, എനിക്ക് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറാൻ കഴിയുന്നൊരു മനസ്സ്. ഇതൊരു യുവാവ്. അറബി ഭാഷയിൽ പറയുമ്പോൾ റജുലെന്നോ ഷാബുന്നോ പറയാൻ കഴിയുന്നല്ലോ. യുവതിക്കും ബാധകമാണ്. ഈ പറഞ്ഞ 7 കൂട്ടരും ആണും പെണ്ണും ബാധകമാണ് കേട്ടോ. പദപ്രയോഗം നോക്കണ്ട. ഹൃദയമായി ബന്ധപ്പെട്ട യുവതി, മനുഷ്യൻ
എല്ലാം ഇതിപ്പോൾ യോജിക്കും ആണുങ്ങളും പെണ്ണും ബാധകമാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ. ആണുങ്ങളെ പറ്റി മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. ഒരു യുവതി തന്നെ ക്ഷണിക്കുകയാണ്, ഒരു സുന്ദരനും നാട്ടിൽ പ്രസക്തിയും പണക്കാരുമായ ചെറുപ്പക്കാരൻ, എല്ലാ സൗകര്യവും ഒത്തു വന്നു. ഇതിൽ വീട് പോകുക സ്വാഭാവികമാണ് അല്ലേ? നമ്മളിപ്പോഴും ഭർത്താവ് നാട്ടിലില്ലാത്ത കുടുംബങ്ങളിലൊക്കെ ഒരുപാട് പൊട്ടലും ചിറ്റലും കെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആകെ അവലംബം അവളെ തടയാൻ, അവളെ നിയന്ത്രിക്കേണ്ടത് ആര് കാണുകയും അല്ലാഹു കാണുമെന്ന് ബോധമാണ്. ഓറജുലുൻ നേരെ മറിച്ചും വായിക്കാം. ഒരു പെണ്ണ്, ഒരു സുന്ദരൻ അവരെ ക്ഷണിക്കുന്നു, അവൾ പറയുന്നു ഇന്നി അഖാഫുല്ലാ. ഈ മനസ്സുള്ള ആളുകൾക്കാണ് അള്ളാഹു തണൽ നൽകുന്ന 6ാമത്തെ ഈ ഭാഗം. 7ാമത്തേത് ഓറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരാൾ ധർമ്മം നൽകുന്നു, ഫഅഖ്ഫാഹ, ആ ധർമ്മത്തെ രഹസ്യമാക്കി വെക്കുന്നു, തൻ്റെ വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാത്ത വിധം. അങ്ങനെ തന്നെ ഹദീസിലെ പദം യമീനും. ഇന്ന് ലോകമാന്യത്തിൻ്റെ അല്ലേ റിയായിൻ്റെ കാലഘട്ടമാണ്, പബ്ലിസിറ്റിയുടെ കാലഘട്ടമാണ്. അതൊക്കെ അതിൻ്റെതായ ഗുണങ്ങളും ഹൈറുമേനും ഉണ്ടാകുമായിരിക്കും. പക്ഷെ യഥാർത്ഥമായ ദാനം ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് അത് വലിയ സംഖ്യ ആളുകൾ പേര് പറയാൻ ആഗ്രഹിക്കാതെ കൊടുക്കുക നമ്മൾ കാണുന്നുണ്ട്. അത് ഈമാനാണ്. അപ്പം തൻ്റെ അയൽവാസി, തൻ്റെ ബന്ധുക്കൾ, തൻ്റെ സഹസൃഷ്ടികൾ, മനുഷ്യരോ മൃഗങ്ങളോ ആവട്ടെ, പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ ചെലവഴിക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ തൻ്റെ വലത്തേ കൈ കൊടുത്ത് ഇടത്തേ കൈ അറിയില്ല എന്ന് പറഞ്ഞ പ്രയോഗമാണ്. ഇത്രക്കും രഹസ്യമായി നൽകുന്ന ആളുകൾക്കും അള്ളാഹു തണൽ നൽകും. ഈ 7 വിഭാഗത്തിൻ്റെ അടുത്തെങ്കിലും എത്താൻ, ഇതിലേതെങ്കിലും ഒന്നിൽ ഞാൻ ഉൾപ്പെടാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും ശ്രമിക്കുക എന്നതാണ് തഖ്വ, പടച്ചോനെ പേടി ഉണ്ടാക്കുക എന്ന ജുമാ ഖുത്ബയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യമായും പരസ്യമായും അവനെ ഭയപ്പെടുന്ന, അവൻ്റെ വിധിയിലേക്ക് സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സാന്ദർഭികമായ ചില ലക്ഷ്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ വിദ്യാഭ്യാസ വർഷാരംഭം കൂടിയാണ്. സ്കൂളുകളും അതുപോലെ തന്നെ നമ്മുടെ ദീനീ പഠനശാലകളും മദ്രസകളും ആരംഭിക്കുകയാണ്. പ്രത്യേക പശ്ചാത്തലത്തിൽ ഓഫ്ലൈനല്ല, ഓൺലൈനാണ്. അത് അതിൻ്റേതായ വിഷമങ്ങളും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിക്കാൻ എന്ത് ത്യാഗം സഹിച്ചും അതിന് മുന്നിട്ടിറങ്ങണം എന്നും ഖുത്ബയുടെ തഖ്വയുടെ ഭാഗമായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇപ്പോഴ് മദ്രസകളില്ല, സ്കൂളുകളില്ല, കുട്ടികൾ കളിയിൽ മുഴുകിയിരിക്കുകയാണ്. അവരെ ഓൺലൈൻ ക്ലാസ്സിന് മുകളിൽ എത്തിക്കാൻ ഉപ്പമാരെ അനുഭവിക്കുന്ന പ്രയാസം വളരെ വലുതാണ്, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടികൾക്ക് തന്നെ ഒരു ആവശ്യമാണ് എന്ന് തോന്നലുണ്ടാകുന്ന വിധം ക്ലാസ്സുകൾ നടക്കും. ഞാൻ മദ്രസ ഭാഗം പ്രത്യേകം എടുത്തു പറയാം. മദ്രസ ഭാഗം ഖുർആൻ പഠിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളെ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നൽകാൻ കഴിയുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ കഴിവുള്ള, ഖുർആൻ ഹദീസ് മാത്രം പഠിച്ചവർ, കുട്ടികളെ മനഃശാസ്ത്രവും ചൈൽഡ് എഡ്യൂക്കേഷനൊക്കെ കഴിയുന്ന ആളുകളെ അല്പം പണം ചെലവഴിച്ചെങ്കിൽ മദ്രസകളിലാക്കി പഠനം മധുരമാക്കാനുള്ള ആധുനിക സൗകര്യത്തിൽ സ്കൂളുകൾക്കൊപ്പിൽ മദ്രസ പിന്നിൽ പോയാൽ കുട്ടികൾ അതിനെ കിട്ടുള്ളൂ, ഇതിന് കിട്ടൂല. വലിയൊരു ആപത്ത്, ഭാവിയിൽ വലിയൊരു നാശം. നമ്മുടെ ആകെ സമ്പാദ്യം നമ്മുടെ മക്കളാണ്. അത് നമുക്ക് ഉപകരിക്കാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പയുടെ ഖബറിൻ്റെ അടുക്കൽ ഒന്നും സലാം പറയാനൊന്നും പ്രാർത്ഥിക്കാൻ കഴിയാത്ത തലമുറ വന്നിട്ട് എന്ത് കാര്യമാ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ വർഷാരംഭത്തിൽ ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം സന്ദർഭികം ഓർമ്മിപ്പിക്കുകയാണ്. ഒട്ടും അതിനെ അവഗണിക്കരുത്. അത് പ്രാഥമിക മദ്രസ പഠനം തുടർന്ന് SLC റിസൾട്ട് അല്ലെങ്കിൽ +2 +1 റിസൾട്ടൊക്കെ അടുത്ത മാസങ്ങളിലായിട്ട് വരും. അതൊക്കെ വലിയ പ്രയാസത്തിലാണ്. ഈ വർഷമെങ്കിലും സംഭവം നടക്കുമല്ലോ. ഇനി നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം കുട്ടികൾ. SLCയോ +2 കഴിഞ്ഞ കുട്ടികൾ ഒരുപാട് കോഴ്സുകളുണ്ട്. അവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ വിവാദമായിരിക്കുന്ന സംഗതിയാണ് മുസ്ലിം വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടതും പുതിയ കോടതി വിധിയും 80-20 തകർന്നതും ഒക്കെ. ഞാൻ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. അതിനെല്ലാം അതിൻ്റെ മാർഗത്തിൽ ഒറ്റക്കെട്ടായി മുസ്ലിം ഉമ്മത്ത് ശ്രമിക്കണമെന്നോ അവകാശങ്ങൾ തെറ്റുധാരണയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ സത്യത്തിൽ ഉമ്മത്ത് മുസ്ലിം അവിടെ കുണ്ടിൽ വീണിരിക്കുകയാണ്, അബദ്ധത്തിൽ ചതിയിൽപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. അതോടൊപ്പം അങ്ങനെ ഒരു ആനുകൂല്യവും സംവരണവും ഒന്നും ഇല്ലെങ്കിലും മിടുക്കന്മാരായി മാറിയാൽ മാർക്ക് കൊണ്ട് നമുക്ക് ഉന്നതി എത്താൻ കഴിയും. നമ്മുടെ കുട്ടികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ടത് ഉയർന്ന ഉദ്യോഗം, ഗവൺമെൻറ് ഉദ്യോഗത്തിന് മുൻഗണന കൊടുക്കണം. ഗവൺമെൻറ് കീ പോയിന്റുകളിൽ നമ്മൾ എത്തിപ്പെടണം. ഗവൺമെൻറ് അനുകൂലിക്കുന്ന നിയമപരമായി തന്നെ വളഞ്ഞ വഴിക്കല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മിടുക്കന്മാരാക്കുക, അതിനുള്ള കോഴ്സുകൾ ഏർപ്പെടുത്തുക, അതിന് മഹല്ല് സംവിധാനങ്ങൾ, കേരള ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ വിഭാഗത്തിനൊക്കെ അതിന് കോച്ചിങ് സെൻ്ററുകളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പം വിഷയമായിരിക്കുന്നത്. ഏതായാലും നമ്മുടെ സമൂഹ നേതൃത്വം, മഹല്ല് തുടങ്ങി സംഘടന, മുസ്ലിം പണ്ഡിത സഭകളും മുസ്ലിം രാഷ്ട്രീയ സംഘടനകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ എച്ചിലിന് കാത്തിരിക്കേണ്ടി വരാതെ
സംവരണത്തിൻ്റെ പഴുത് നിർബന്ധമായി വേണം. പക്ഷെ അതില്ലെങ്കിലും ഉന്നതങ്ങളിലെത്താനുള്ള ശ്രമം സമൂഹം കൂട്ടമായി ചിന്തിക്കണം. അവിടെ നിങ്ങളുടെ സംഘടനാ കക്ഷിത്വങ്ങൾ തടസ്സമാവരുത്. ഇത്തരം പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാ കക്ഷിത്വങ്ങളും മാറ്റിവെച്ച് ഒന്നായൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിയമത്തിൻ്റെ ഭാഷയിൽ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ നിയമപരമായിട്ട് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ വഞ്ചനക്കെതിരിൽ മുന്നോട്ട് വരണം എന്നും എൻ്റെ സംസാരം കേൾക്കുന്ന ചെറിയവരെയും വലിയവരെയും ഭരണീയരെയും ഭരണാധികാരികളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒറ്റ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ ഇത്തരം ഉന്നത പഠനത്തെപ്പറ്റി കുട്ടികൾ ചിന്തിക്കുമ്പോൾ ചെറുപ്പക്കാർ പറയുന്നത് മെഡിസിനും എൻജിനീയറിങ്ങും IAS എല്ലാം പോലെ തന്നെ അറബി ഭാഷാ പഠനത്തിനും ദീനീ പഠനത്തിനും മുൻകാലങ്ങളെക്കാൾ നല്ല സാധ്യത എപ്പോഴും. ഖുർആൻ ഹിഫ്ളാക്കുന്ന ഒരാൾക്ക് തന്നെ ഉപജീവനം നിയ്യത്ത് അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിക്കൽ തന്നെ ആവട്ടെ മാർഗത്തിലും മുൻകാലങ്ങളെക്കാൾ നല്ല സ്റ്റാൻഡേർഡ് നല്ല ശമ്പളം കിട്ടും. അറബി പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഭൗതിക ജീവിതത്തിൽ തന്നെ നല്ല സാധ്യതകളുണ്ട്. അറബിയും ഇംഗ്ലീഷും കമ്പ്യൂട്ടർ ഒന്നിച്ച് പഠിക്കാൻ കഴിയുന്നവർക്ക് ഗൾഫ് ജോലികളിൽ ഉന്നത സ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് മതം പഠിക്കുന്നതിന് നിങ്ങൾ അവഗണിക്കരുത് കൂട്ടത്തിൽ പറയണം. അതിന് മാത്രം എല്ലാവരും പോകണമെന്നല്ല. അതിന് ഖുർആൻ്റെ ശൈലിയാണ് പറയുന്നത്. ഖുർആൻ സൂറത്തു തൗബയിൽ യുദ്ധം അനിവാര്യമായ എന്ന് പറഞ്ഞാൽ സൈനിക സേവനം നിർബന്ധമായ ഘട്ടത്തിൽ ഒരു പ്രയോഗം പറയുന്നു. സൂറത്ത് തൗബയുടെ അവസാനം 122-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ? എല്ലാവരും സൈനിക സേവനത്തിന് വരരുത്. സൈനിക സേവനം നിർബന്ധമായ അള്ളാഹിന്റെ ദീനിനെ നിലനിർത്താൻ ശാരീരികമായി ഷഹാദത്തിന് തയ്യാറാകേണ്ട ഒരു ഘട്ടത്തിൽ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘട്ടത്തിൽ ഖുർആൻ എടുത്തു പറയുന്ന സംഗതി. എന്നാൽ എല്ലാവരും വരരുത്. ഒരു കൂട്ടർ ദീൻ പഠിക്കാൻ പോകും. എല്ലാവരും ഡോക്ടർ എഞ്ചിനീയറും ആയിരുന്നു. കുറച്ച് ആളുകൾ ദീനി വിദ്യാഭ്യാസത്തിലൂടെ ഞാൻ പറഞ്ഞു വരുന്നു. സൂറത്ത് തൗബ 122 സത്യവിശ്വാസം എല്ലാവരും ഒരു വഴിക്ക് പുറപ്പെടരുത്. എല്ലാവരും യുദ്ധത്തിന് വരില്ല. ഒരു കൊച്ചു വിഭാഗമെങ്കിലും ദീനിൽ അവഗാഹം നേടുവാൻ. ഫിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെഷ്യലൈസേഷനാണ്, ആ ആഴത്തിലുള്ള പഠനമാണ്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിന്നും അവരിൽ നിന്ന് ഒരു കൊച്ചു വിഭാഗം ഫിർഖത്ത് ഒരു ടീം ഒരു കൂട്ടർ എന്തുകൊണ്ട് പുറപ്പെട്ടില്ല? ലിയതഫഖഹു ഫിദ്ദീൻ ദീനിൽ അവഗാഹം നേടാൻ. അപ്പം എല്ലാവരും യുദ്ധത്തിന് വരില്ല. കുറച്ചു കൂട്ടർ ദീൻ പഠിക്കാൻ അതിന് സ്പെഷ്യലൈസേഷൻ നിൽക്കണം. എന്നിട്ട് ലിയുൻദിറു ഖൗമുഹും ഇദാ റജഉ യുദ്ധം കഴിഞ്ഞ് സമാധാന അന്തരീക്ഷം വരുമ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടർ തഫഖുഹിന് തയ്യാറാവണം. ഇത് നമുക്ക് ഇന്ന് നൽകുന്നൊരു സംഗതി. നമ്മുടെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ അറബി ഭാഷയിലും വിശുദ്ധ ഖുർആനും ഹദീസും താരീഖും ഫിഖും ഉൾപ്പെടുന്ന ഇസ്ലാമിക വൈജ്ഞാന മേഖലയിൽ നമ്മൾ സന്നദ്ധരാക്കണം. എല്ലാവരും വരണമെന്നില്ല. എന്നിട്ട് അതിന് നമ്മുടെ മഹല്ലുകളും ഇസ്ലാമിക പണ്ഡിത സഭകളും രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ലിയതഫഖഹു ഫിദ്ദീൻ അവഗണിക്കരുത് എന്നും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ജൂൺ ജൂലൈ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോഴ്സ് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമ്മളെ ചുമതലയേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുന്നവരിൽ വിജ്ഞാന രംഗത്ത് പ്രത്യേകം ഊന്നൽ നൽകുന്നതിൽ ഉൾപ്പെടെ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായനയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തുടങ്ങിയ ഒരു വേദഗ്രന്ഥത്തിന് അനുയായികളെ നമ്മൾ വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിൽക്കരുത്. നമുക്ക് ബിസിനസ് ഉണ്ട്, സമ്പത്തുണ്ട്, ഗൾഫുണ്ട് എന്ന് കരുതി വിജ്ഞാനത്തെ അവഗണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്ക് സൂക്ഷിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെ അവിടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധിയുടെ അനിയന്ത്രിതമായ വ്യാപനം എല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാമാരിയിൽ നിന്ന് അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളായ മറ്റു രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗികളാണ്, ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കും നമുക്കും ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك علما نافعا ورزقا واسعا وشفاء من كل داء. اللهم اشف أمراضنا شفاء لا يغادر سقما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ولذكر الله أكبر. السلام عليكم ورحمة الله.